സുബ്ഹാനല്ലാഹ്, ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി. ആ ഹാഫിളു ദഹബി തന്നെ പറയുകയാണ് ഇബ്നു തൈമിയക്ക് വലിയ കിബറായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കദ്ദാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ, അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് പേരോട് ഇപ്പോൾ ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇബ്നു തൈമിയെ വെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല. നമ്മൾ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അത് പറയാനും ഒരു കാരണമുണ്ട്. അതെന്തേ? അത് പറയേണ്ട സമയത്ത് അത് പറയണം. അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു, അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു. അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ട് എന്ന്. അല്ലാഹ് കസേരമേ കുത്തിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കണം. ഇബ്നു തൈമി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു പറഞ്ഞ് ഒന്ന് വായിച്ചു നോക്ക്, ഫതാവൽ ഹദീസിൽ. അതുപോലെ മറ്റുള്ള കിതാബുകൾ ഒന്ന് വായിച്ചു നോക്ക്. ഒന്നും രണ്ടൊന്നല്ല, എത്ര കിതാബിലാ പറഞ്ഞു. ഇമാം സുബ്കി പറഞ്ഞ് വായിച്ചു നോക്ക്. എന്തിനധികം പറയണേ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞ് വായിച്ചു നോക്കാൻ. ഞാൻ കുറെ കിതാബുകൾ അന്ന് ഉദ്ധരിച്ചു. സുഹൃത്തുക്കളെ, അത് തന്നെ ഇപ്പം പറയാനുള്ളൂ. ഇപ്പൊ പുതിയൊന്നും പറയുന്നൊന്നുമില്ല, പണ്ട പറഞ്ഞ ഇപ്പം പറയുന്നു. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണോ? ഞാൻ ഇന്നലെ വേദ പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഞാൻ ചിലപ്പോൾ പള്ളീനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ആ പള്ളി ഉദ്ഘാടനമല്ല. അപ്പൊ ചിലപ്പോ അവിടെ പറഞ്ഞ വേറൊരു വിഷയമായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത്, ആവശ്യമുള്ളതുപോലെ പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നാൽ കൊന്നവന് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൗബ ഇല്ല എന്ന് പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നവന് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാരാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പൊരുത്തം കൊടുത്ത സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹുവിന്റെ പിതൃ സഹോദരന്റെ മോനാണ്. ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാക്കാണ് ഹിബ്റുൽ ഉമ്മ. അയാളോട് പറഞ്ഞ ഒന്നാണ്, ഇയാളോട് പറഞ്ഞ ഒന്നാണ്. അതെന്തേ കാരണം? അതിന്റെ കാരണം ആദ്യത്തെ ആള്, അയാൾക്കൊരു സാഹചര്യം ഉണ്ട്. അയാളുടെ സാഹചര്യം എന്താണ്? അയാള് കൊന്നാല് തോപ ഉണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട്. തോപ ഉണ്ട് എന്നാ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അയാളോട് പറഞ്ഞ മറുപടിയാണെന്ത്? തോപല്ല. രണ്ടാമത്തെ ആൾ അങ്ങനല്ല, അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി. ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദുണ്ട്, പടച്ചോൻ എന്നെ സ്വീകരിക്കോ ഇല്ലേ. അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപുണ്ട്. മറ്റേ ആളോട് പറഞ്ഞ തോപില്ല. ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും അമലും രക്ഷപ്പെടുത്തുക എന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദമിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം എടുത്തുദ്ധരിച്ചത് കാണാം. ഇതൊന്നും പഠിക്കാത്ത ചില ആളുകളുണ്ട്. അവർക്ക് അതിന്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാത്ത, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്ത എന്നൊക്കെ ചിന്ത ഉണ്ടാവും. ഇതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ്? അവിടെയുള്ള ചോദ്യത്തിന്റെ ആകത്തുക, ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു തൈമിയ തന്നെ ഹിജ്റ 600 ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ്. അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല. അതേപോലെ 4 മദ്ഹബിന്റെ ഇമാമികളുടെ കാലത്തുള്ളതല്ല. ഹിജ്റ 600ഓളം കൊല്ലത്തിലെടുക്കാൻ ജനിച്ചിട്ടുന്നില്ല. അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു.
വാഴക്കാട്ട് അപ്പുറത്തുള്ള മൗലവി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. എല്ലാ സ്ഥലത്തും ഒറ്റൊന്ന് പറയലും ഒന്നും കയ്യിലില്ലാത്തവന്റെ പരിപാടിയാണ്. കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനത്തെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അതിന്റെ വിളമ്പ് അല്ലാണ്ട് അച്ചാറ് മാത്രമുള്ള പിന്നെ അച്ചാറ് മാത്രം വിളമ്പ് എന്നല്ലാണ്ട് എന്താക്കാനാ അവന് ബിരിയാണി വാങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല, അത് പറയേണ്ട സദസ്സല്ല ഇത്. പക്ഷേ ഞാനത് പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തരീക്കത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഖാദിയാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ്. അവർ പരസ്പരം പറയാണ്. മുജാഹിദ് പറയും, ഞങ്ങളിപ്പോ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് ആയിട്ടുണ്ട് എന്ന് പറയും. നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം. അപ്പൊ എന്താവും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ അതൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് ഒരു പരിപാടി, ഒരു പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ്. ഈ ഹഫീദുദ്ദഹബി പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ചില ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകളുടെ തുഹ്ഫയിലും ഫതാവയിലൊന്നും പറഞ്ഞതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും. പറഞ്ഞൊക്കെ കാണാൻ കഴിയും. അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം. ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അത് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ പറയാം. അപ്പൊ